എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് അടുക്കള മാലിന്യങ്ങൾ സംസ്കരിച്ച് ചെടികൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ ഒരു ജൈവ സ്ലറി തയ്യാറാക്കാം. ഈ ഒരു വളം ചെടികൾ നല്ല തഴച്ചു വളരാനും മണ്ണിലുള്ള സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും വളരെയധികം സഹായിക്കുന്ന ദ്രാവക രൂപത്തിലുള്ള ഒരു ജൈവ സ്ലറിയാണ് തയ്യാറാക്കുന്നത്. അതുപോലെ ഇതുവരെ കായ്ക്കാത്ത പ്ലാവ്, മാവ്, പേര, ചാമ്പ തുടങ്ങിയവയ്ക്കൊക്കെ വളരെ നല്ല ഒരു ജൈവ സ്ലറി കൂടിയാണിത്. ഞാനിവിടെ രണ്ട് രീതിയിലാണ് അടുക്കള മാലിന്യങ്ങൾ സംസ്കരിക്കുന്നത്. ലിക്വിഡ് രൂപത്തിലുള്ളത്, അതായത് ദ്രാവക മാലിന്യങ്ങൾ ജൈവ സ്ലറി ആയിട്ടും, ഖരമാലിന്യങ്ങൾ അതായത് പച്ചക്കറി വേസ്റ്റ്, ഇറച്ചി, മീൻ, ചോറ് തുടങ്ങിയവയുടെയൊക്കെ വേസ്റ്റ് കമ്പോസ്റ്റ് രൂപത്തിലുമാണ് ഞാനിവിടെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നത്. ഖരമാലിന്യങ്ങൾ സംസ്കരിച്ച് നല്ലൊരു കമ്പോസ്റ്റായിട്ട് മാറുന്ന വീഡിയോ ഉടനെ ഇടുന്നതാണ്. ഇനി നമുക്ക് ഈ ജൈവ സ്ലറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലത്തെ ഒരു പാത്രമോ അല്ലെങ്കിൽ പെയിൻറ്റിംഗ് ബക്കറ്റോ ഒക്കെ എടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതുപോലത്തെ അരിപ്പ വച്ചിട്ട് അരിച്ച് വേണം ഒഴിക്കാൻ. നമ്മൾ ദ്രവമാലിന്യങ്ങൾ ഒഴിക്കുമ്പോൾ ഖരരൂപത്തിലുള്ള മാലിന്യങ്ങൾ വീഴാതിരിക്കാനാണ് അരിച്ചൊഴിക്കുന്നത്. ഖരമാലിന്യങ്ങൾ വീണിട്ടുണ്ടെങ്കിൽ പുഴു വരാൻ കാരണമാകും. അതുകൊണ്ടാണ് നമ്മൾ അരിച്ചൊഴിക്കുന്നത്. ആദ്യം നമുക്ക് ഇതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിക്കാം. നമ്മുടെ വീടുകളിൽ എപ്പോഴും വെറുതെ കളയുന്ന ഒന്നാണ് ഈ കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം ചെടികളുടെ ചുവട്ടിൽ ചേരുമ്പോൾ മണ്ണിലുള്ള ജീവാണുക്കൾ വളരെ എനർജറ്റിക് ആവുകയാണ്. കുറഞ്ഞ അളവിൽ NPKയും അടങ്ങിയിട്ടുണ്ട്. കൂടാതെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം നമുക്ക് നല്ലൊരു കീടനാശിനിയായും ഉപയോഗിക്കാം. അടുത്തത് മീൻ കഴുകിയ വെള്ളമാണ്. മീൻ വെള്ളത്തിൽ നന്നായിട്ട് NPK ആയ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ കാൽസ്യം, മഗ്നീഷ്യം, സോഡിയം, അയൺ തുടങ്ങിയ മൈക്രോ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട്. ഇത് ഇറച്ചി കഴുകിയ വെള്ളമാണ്. ഇതിലും NPK ധാരാളം അടങ്ങിയിട്ടുണ്ട്. മീനും ഇറച്ചിയും ഒക്കെ കഴുകിയ വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് പൊട്ടാസ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇറച്ചിയും മീനും ഒക്കെ കഴുകിയ വെള്ളം പച്ചക്കറികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെടികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും നിറയെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇത് ഇതുപോലെ ഫെർമെൻറ്റ് ചെയ്തൊഴിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ 5 ഇരട്ടി ഗുണമാണ് കൂടുതൽ ചെടികൾക്ക് കിട്ടുന്നത്. അടുത്തത് അരി കഴുകിയ വെള്ളമാണ്. അരിക്കാടിയിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇനി എടുത്തിരിക്കുന്നത് തൈര് ഉറയൊഴിച്ച് വെച്ചിരുന്ന പാത്രം കഴുകിയ മോരിൻ്റെ അംശമുള്ള വെള്ളമാണ്. അതുപോലെ ദോശമാവ് ഉപയോഗിച്ച ശേഷം ആ പാത്രം കഴുകിയ വെള്ളവും ഇതിൽ ചേർക്കാവുന്നതാണ്. അടുത്തത് കുറച്ച് ശർക്കര അലിയിച്ചതാണ്. ശർക്കര ചേർത്താൽ ഈ സ്ലറിക്ക് ബാഡ് സ്മെല്ലും പുഴുവൊന്നും വരില്ല. ശർക്കരയാണെങ്കിൽ കുറച്ച് പഴുകിയതോ പൂത്തുപോയതോ ഒക്കെ കൈവശമുണ്ടെങ്കിൽ 1/2 കിലോ ശർക്കര വേണമെങ്കിലും ഇതിൽ ചേർക്കാം. അതുപോലെ തൈരാണെങ്കിലും എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞതുണ്ടെങ്കിൽ 1/2 ലിറ്ററൊക്കെ ചേർക്കാവുന്നതാണ്. നമ്മൾ ഒന്നും പാഴാക്കി കളയേണ്ട ആവശ്യമില്ല. പിന്നീട് നമ്മൾ ഈ സ്ലറി ഡയലൂട്ട് ചെയ്യുന്ന സമയത്ത് 8-10 ഇരട്ടി വെള്ളം ഒഴിച്ച് നേർപ്പിച്ച ശേഷം ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 100 ഗ്രാം ശർക്കര അലിയിച്ചതാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 2 നുള്ള് ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ തൈരായിട്ടോ മോരായിട്ടോ ഒന്നും ചേർക്കുന്നില്ലെങ്കിൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. അതിനുശേഷം മൂടി വെച്ചതിന് ശേഷം 5 ദിവസം തണലത്ത് മാറ്റി വെക്കാം. ഇപ്പോൾ 5 ദിവസം കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു മെയിൻ ഐറ്റവും കൂടി ചേർക്കാം. ഇതിലേക്ക് 2 പിടി ചാരവും കൂടി ചേർത്ത് മിക്സ് ആക്കാം. ചാരത്തിൽ ഒരുപാട് പോഷകമൂലകങ്ങൾ അടങ്ങിയതാണ്. ചെടികളുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ചാരത്തിൽ കൂടുതൽ പൊട്ടാസ്യം ഉള്ളതുകൊണ്ട് ധാരാളം കായ്കളും പൂക്കളും ഉണ്ടാകാനും സഹായിക്കും. ഇപ്പോൾ നമ്മുടെ പോഷകസമൃദ്ധമായ ജൈവ സ്ലറി റെഡി ആയിട്ടുണ്ട്. ഇത് അതേപടി ഒഴിക്കരുത്. ഇനി നമുക്കിത് നേർപ്പിച്ച ശേഷം വേണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇതിൻ്റെ 4 ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുത്ത് നേർപ്പിച്ച ശേഷം മാത്രമേ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവൂ. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് ജൈവ സ്ലറി ഒഴിച്ചു കൊടുത്തു. ഇതേ കപ്പിന് തന്നെ 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നേർപ്പിച്ചതിന് ശേഷം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ചെടികളുടെ ഇലകളിലൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് അരിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. അതുപോലെ ഈ കാണുന്നത് 365 ദിവസവും കായ്ക്കുന്ന ഒരു പേരയാണിത്. അതും നിറയെ കായ്ക്കുന്ന ഒരു പേരയാണിത്. ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു ജൈവ സ്ലറിയും കിച്ചൺ വേസ്റ്റ് കൊണ്ടുള്ള കമ്പോസ്റ്റും മാത്രമാണ് ഇതിൻ്റെ വളം. ഈ ജൈവ സ്ലറിയിൽ ചാരവും കൂടി ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചെടിക്ക് പലതരത്തിലുള്ള വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കണമെന്നില്ല. മിനിമം ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും ഈ സ്ലറി ഒഴിച്ചു കൊടുക്കണം.
ഇത് എല്ലാത്തരം ഫലവൃക്ഷങ്ങൾക്കും പച്ചക്കറി ചെടികൾക്കും പൂച്ചെടികൾക്കും ഒന്നാന്തരം വളമാണ്. അതുപോലെ ഏത് കായ്ക്കാത്ത മാവും പ്ലാവും ഒക്കെ കായ്ക്കാൻ പച്ചച്ചാണകം നേർപ്പിച്ചൊഴിക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ ഈ ഫലവൃക്ഷങ്ങളുടെയൊക്കെ ചുവട്ടിൽ നന്നായിട്ട് മണ്ണ് കൂട്ടിയിട്ട് കൊടുക്കണം. കൂടാതെ കരികര പൊതയിട്ട് കൊടുക്കണം. അതുപോലെ വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. പിന്നെയുള്ളത് നമ്മുടെ വീട്ടിലെ ജൈവമാലിന്യങ്ങൾ കമ്പോസ്റ്റ് രൂപത്തിലും സ്ലറി രൂപത്തിലും ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ കാണിച്ച ഈ സ്ലറി വളരെ നല്ലതാണ്. ഏത് കായ്ക്കാത്ത മാവ്, പ്ലാവ്, പേര, ചാമ്പ ഇവയൊക്കെ നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും വളരെ നല്ല ജൈവ സ്ലറിയാണിത്. ഈ സ്ലറി ഫലവൃക്ഷങ്ങൾക്കാണെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു സ്ലറി ഒഴിച്ചു കൊടുത്താൽ ഏത് കായ്ക്കാത്ത ഫലവൃക്ഷങ്ങളിലും 100% റിസൾട്ട് കിട്ടുന്ന ഒരു വളമാണിത്. തീർച്ചയായും പരീക്ഷിച്ചു നോക്കൂ. എൻ്റെ ഈ കൃഷിയിൽ ഞാൻ ചെയ്യുന്നത് അടുക്കള മാലിന്യങ്ങൾ വെച്ച് ഈ ജൈവ സ്ലറിയും അതുപോലെ കമ്പോസ്റ്റും തയ്യാറാക്കി ചെടികൾക്ക് കൊടുക്കുന്നേ ഉള്ളൂ. നമ്മുടെ വീട്ടിലുള്ള ഒരു വേസ്റ്റ് പോലും വെറുതെ കളയേണ്ട ആവശ്യമില്ല. എല്ലാം ചെടിക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ എല്ലാവരും ഈ അടുക്കള മാലിന്യങ്ങൾ ഒഴിച്ചു കളയാതെ ചെടികൾ നല്ല കരുത്തോടെ വളരാനുള്ള വളമായിട്ട് തയ്യാറാക്കിയെടുത്താൽ നല്ലൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇതേപോലെ ഒരു ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്ത ആഴ്ചയിൽ കാണാം.